ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പവിളക്കാ കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി സദ്യ കഴിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. ഇവിടെ എല്ലാ വർഷവും അയ്യപ്പവിളക്ക് ഉണ്ടാവേ. അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാകും, രാത്രി താലപ്പൊലിയും ചെണ്ടമേളവും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടി വന്നാണ്. കുറേ കാലത്തിന് ശേഷം കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി കേട്ടോ പരിപാടി ഉണ്ടാകും. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി രാത്രിയാകുമ്പോൾ നമ്മൾ വരും കേട്ടോ. ചെറുതാകുമ്പോൾ ഞാൻ എല്ലാ വർഷവും താലപ്പൊലി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാവാടയും ബ്ലൗസും എല്ലാം അടുപ്പിച്ച് സെറ്റാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം വലുതായതിനു ശേഷം ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ദാ വരവ് വരുന്നുണ്ട്. അപ്പോൾ ദാ അയ്യപ്പനും പിന്നെ താലപ്പൊലി കുട്ടികളും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നന്ദൂട്ടി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അയ്യപ്പവിളക്കാണ്. അപ്പോൾ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു ചെണ്ടമേളം കേട്ട അവൾ കരയുമെന്നൊക്കെ. പക്ഷെ അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ താലപ്പൊലിക്കുട്ടികളെ കാണാൻ എന്തൊരു ഭംഗിയാല്ലേ. ആ താലപ്പൊലിൻ്റെ സമയത്ത് അവർ നല്ല ഭംഗിയുള്ള ഡ്രസ്സാട്ടോ ഇടുക. ഞാനത് കാണാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ അവിടെ ഇങ്ങനെ LED വെച്ചിട്ട് അയ്യപ്പൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഭാഗം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അയ്യപ്പവിളക്കൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം.